التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറിനത ക്ലാസ് തുടരുകയാണ്. നമ്മൾ അവസാനമായി പറഞ്ഞത് അന്നിനെ ഇദ്മാർ ചെയ്യൽ വുജൂബായ സന്ദർഭങ്ങൾ 4 സ്ഥലങ്ങളാണ്. അതിൽ ഒന്ന് ആദ്യത്തേത് ഹത്താനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതാണ് പറയുന്നത് വൽ മൗദിഉ സാനി, രണ്ടാമത്തെ സ്ഥലം ബഅദ ഔവിന് ശേഷമാണ്. അല്ലത്തി, എങ്ങനത്തെ ഔവ, ബി മഅന ഇലാ അന്നിൻ്റെ മഅനാക്കുള്ളതായ ഔ, അല്ലെങ്കിൽ ഇല്ലാ അൻ എന്നിങ്ങനെ ഇലാ അന്നിൻ്റെയോ മഅനാക്കുള്ളതായ ഔവിന് ശേഷം അന്നിന് മറക്കൽ അവിടെ മറയൽ വുജൂബാകുന്നു. ഓരോന്ന് ഉദാഹരണം പറയുമ്പോൾ അർത്ഥം പറയും. ഫൽ അവ്വലു, ആദ്യത്തേത് ഇലാ അന്നിൻ്റെ മഅന ഉണ്ടല്ലോ, അതിന് വന്ന ഉദാഹരണം പറയാം. നഹവു ഖൗലിക, നിന്റെ ഖൗല് പോലത്തതാണത്. എന്താ? ലഉൽസിമന്നക ഔ തഖ്ദിയനി ഹഖീന. അവിടെ എന്താ പറഞ്ഞത്? ലഉൽസിമന്നക, നിന്നെ ഞാൻ നിർബന്ധിക്കുക തന്നെ ചെയ്യും. ഔ തഖ്ദിയനി ഹഖീന, എൻ്റെ ഹക്ക് നീ വീടുന്നത് വരേന, എൻ്റെ ഹക്ക് നീ വീടുന്നത് വരെ നിന്നെ ഞാൻ നിർബന്ധിക്കുക തന്നെ ചെയ്യും. ഐ ഇലാ അൻ തഖ്ദിയനീന. ഉണ്ടോ? ഇലാ അന്നിൻ്റെ മാനാണ് അവിടെ. അപ്പോൾ ഇലാ അൻ തഖ്ദിയനി, നസ്ബ് ചെയ്ത ആളാരാ? നസ്ബ് ചെയ്തത് അന്നാണ്. അപ്പോൾ ഇലാ അന്നിൻ്റെ മാനാക്കാണ് ഔ വന്നത് ഇലാൻ്റെ മാനാക്കാണ്. അപ്പോൾ അതിന് ശേഷം മറിഞ്ഞിട്ടുണ്ടാവും. ആ മറിയൽ വുജൂബാണ്. നമുക്കവിടെ ഔ എന്ന് പറയാൻ പാടില്ല. അതാ പറഞ്ഞത് തഖ്ദിയനി. ഇനി ഒരു ഷായറിൻ്റെ കൗല് അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഖാല ഷായറു പറഞ്ഞു. ഈ ഷായർ ആരാണെന്നതിൽ മജ്ഹൂൽ എന്നാണ് കാണാൻ പറ്റുന്നത്. ആരാന്ന് കൃത്യമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. പറഞ്ഞ ആൾ മജ്ഹൂലാണ്. എന്താ പറഞ്ഞത്? ഏതായാലും ലഅസ്തസ്ഹിലന്ന സഅബ ഔ ഉദ്രികൽ മുന ഫമൻ ഖാദത്തിൽ ആമാലു ഇല്ലാ ലിസ്വാബിരിൻ. അതിപ്പോ എന്താ പറഞ്ഞത്? ലഅസ്തസ്ഹിലന്ന, തീർച്ചയായും ഞാൻ എളുപ്പമായി കാണുക തന്നെ ചെയ്യും. അസ്സഅബ, പ്രയാസത്തെ. ഔ ഉദ്രികൽ മുന, ഔ കണ്ട ഇലാന്റെ മാന ഇലാ അൻ, ഞാൻ എത്തിക്കുന്നത് വരെ. അൽ മുന എന്ന് പറഞ്ഞാൽ മുനിയത്തിൻ്റെ ജമ്മാണ് മുന വഹിയമായി യതമന്നാഹുൽ ഇൻസാൻ, മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ ഞാൻ എത്തിക്കുന്നത് വരെ സാബുകളെ, പ്രയാസത്തെ ഞാൻ എളുപ്പമായി കാണുക തന്നെ ചെയ്യും. ഫമൻ ഖാദത്തിൽ ആമാലു, ഇൻഖാദ എന്ന് പറഞ്ഞാൽ ഖദാന്റെ മാന, ഖദാ. ആ ആമാൽ, ആഗ്രഹങ്ങൾ കീഴ്പ്പെടുകയില്ല. ഇല്ലാ ലിസ്വാബിരിൻ, ക്ഷമിക്കുന്നവനല്ലാതെ. ഈ ഷാഹിദ് ഇബ്നു ഹിഷാം റഹ്മഹുല്ല ഷുദൂർ ദഹബിലുണ്ട്. ഇബ്നു അഖിൽ റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. ഔദഹുൽ മസാക്കിൽ ഇബ്നു ഹിഷാം റഹ്മഹുല്ല കൊടുത്തിട്ടുണ്ട്. ഉഷ്മൂനി പറഞ്ഞിട്ടുണ്ട്. അത് മുഗ്നിയിലൊക്കെ കാണാം ഈ ഷാഹിദ്. അപ്പോൾ എന്താ അതിപ്പോൾ നമുക്കിവിടെ തെളിവെന്താ? ലഅസ്തസ്ഹിലന്ന സഅബ, പ്രയാസത്തെ ഞാൻ എളുപ്പമായി കാണും. ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല വെക്കേണ്ടി. ഔ ഉദ്രികൽ മുന, ആഗ്രഹങ്ങളെ ഞാൻ എത്തിക്കുന്നത് വരെ. ഇല അന്നിൻ്റെ മാനെ ഉണ്ടോ? അപ്പം അതിൻ്റെ ഈ ആറാബ് എങ്ങനെ നമ്മളിപ്പോൾ വെക്കും നോക്കാം. ലാമ് അതല്ല, അസ്തസ്ഹിലന്ന ലാമ് മുഖദ്ദറായ ഖസമിൻ്റെ ജവാബിൽ വാഖിആയ ലാമാണ്. പിന്നെ അസ്തസ്ഹില, അത് ഫിഅൽ മുദാരിയാണ്, മബ്നിയാണ്. കാരണം ഫത്ഹൻ്റെ മേൽ മബ്നിയാണ്. കാരണം നമുക്കറിയാം നൂന് തൗക്കീദ്, മിൻ നൂനി തൗക്കീദിൻ മുബാശിരിൻ വമിൻ നൂനി ഇനാസിൻ കയറുഅന മൻഫുത്തിൻ ഇബ്നു മാലിക് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നൂന് തൗക്കീദ് മുബാശറത്ത് എന്ന നിലക്ക് വന്നിട്ടുണ്ട്. ഫത്ഹൻ്റെ മേൽ മബ്നിയാണ്, റഫിൻ്റെ മഹല്ല്. നൂന് തൗക്കീദ് പിന്നെ ഈ അറാബിൽ അതിന് മഹല്ലില്ല. പിന്നെ ഫായിൽ മുസ്തത്തറ ദമീറാന. പിന്നെ ലഅസ്തസ്ഹിലന്ന സഅബ, അത് പിന്നെ സാഹിറാണ്, മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. ഔ ഹർഫ് അത്ഫിൻ്റെ ഹർഫാണ്, ഇലാൻ്റെ മാനാക്കുള്ള. ഉദ്രിക ഫീൽ മുബാരി മൻസൂബാണ്, നസ്ബ് ചെയ്ത ആമിൽ അന്നാണ്. അത് തന്നെ ഔവിന് ശേഷം വുജൂബ് എന്ന നിലക്ക് മറഞ്ഞുകൊണ്ട്. പിന്നെ മുന മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. ഫമാ എന്നുള്ള ഫ ഇസ്തിനാഫിയാണ്, മനാഫിയാണ്. ഇൻഖാദ ഫീൽ മാദിയാണ്, താ തനീസിന് വേണ്ടിയാണ്. ആമാലു എന്നുള്ളത് ഫായിലാണ്, മർഫുവാണ്. ഇല്ല എന്നുള്ളത് ഹസ്റിൻ്റെ അദാത്താണ്. ലിസ്വാബിരി എന്നുള്ള ജാർ മജ്റൂർ മുതഅല്ലഖി ഇൻഖാദത്താകുന്നു. അങ്ങനെ പറയാം. ഇനി മൊത്തത്തിൽ ജുംലൻ്റെ ഇറാബ് നോക്കുകയാണെങ്കിൽ അസ്തസ്ഹിലന്ന ഫിഅലിയായ ജുംലാണ്, ഖസമിൻ്റെ ജവാബിൽ വന്നതാണ്. അതുകൊണ്ട് ഇഅറാബിൽ മഹല്ലില്ല.
ഉദ്രിക്കൽ മുന എന്നുള്ളത് ഫിഅലിയാണ്, അത് ഹർഫിയായ മൗസൂലൻ്റെ സിലാണല്ലോ അൻ, അപ്പം അതിന് മഹല്ലില്ല. അതേപോലെ തന്നെ ഇൻഖാദത്ത് എന്നത് ഫിഅലിയായ ജുംല ഇസ്തിനാഫി ആയതുകൊണ്ട് അതിന് മഹല്ലില്ല. അപ്പം നമുക്ക് തെളിവ് കിട്ടിയ ഉദ്രിക്ക എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ ചില ആളുകൾ ഈ ബൈത്തിൽ ചില ആളുകൾ ആ ഔ ഹത്തൻ്റെ മാനാക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞല്ലാണ് ഇബ്നു അഖിൽ റഹ്മഹുല്ല, ഉഷ്മൂനി, അതുപോലെ തന്നെ മുഅല്ലിഫ് റഹ്മഹുല്ല ഇബ്നു ഹിഷാം എന്ന ഔദഹുൽ മസാലിക്കിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നൊരു പ്രശ്നമല്ല, ഖിലാഫില്ല. കാരണം ഇലാ ഹത്ത എന്ന് പറഞ്ഞാൽ രണ്ടും ഗായത്തിൻ്റെ മാനയെ അറിയിക്കുന്നുണ്ടല്ലോ, വരെ. പിന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായി, നമ്മൾ തൊക്കുൽ ലിസാനൊക്കെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായത്. അപ്പോൾ അത് പ്രശ്നമല്ല, വലിയ വിഷയമല്ല. എന്നാൽ സുയൂത്തിമാവ് പറഞ്ഞത് ഔ ഇവിടെ ഇല്ലാൻ്റെ മാനാക്കാണെന്നാണ്. പക്ഷെ അത് ബായിദാന്ന് ഷുറാഹുകളൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ബായിദാണ്. സുയൂത്തി അങ്ങനെ ഇല്ലാൻ്റെ മാനാക്ക് പറഞ്ഞത് അത് ബായിദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മനസ്സിലാക്കുക. അപ്പോൾ അതാ പറഞ്ഞ അതിൻ്റെ മാനാണ് ഷാരിഹ അവിടെ കൊടുത്ത്. ഈ ഐ ഇലാ അൻ ഉദ്രിക്, ഞാൻ എത്തിക്കുന്നത് വരെ എന്നുള്ള ഇലാ അന്നിൻ്റെ മാനയാണ്. വസ്സാനി, രണ്ടാമത്തേത് ഏതാ? ഇല്ലാ അന്നിൻ്റെ മാനക്ക് ഉദാഹരണം കൊടുക്കാനേ. നഹ്വു ഖൗലിക, നിൻ്റെ ഖൗല് പോലെ, ലഅഖ്തുലന്നൽ കാഫിറ ഔ യുസ്ലിമ, ലഅഖ്തുലന്ന, തീർച്ചയായും ഞാൻ കൊല്ലുക തന്നെ ചെയ്യും, അൽ കാഫിറ, കാഫിറിനെ, ഔ യുസ്ലിമ, അവൻ മുസ്ലിമായിട്ടില്ലെങ്കിൽ. എന്താ ഐ ഇല്ല ഐ യുസ്ലിമാണ്, അവൻ മുസ്ലിമായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഇല്ല അന്നിൻ്റെ വന്നു, മുസ്ലിമായിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് പറഞ്ഞു. ഇനി ഒരു ഷായറുടെ കൗലി നോക്കാം. ഖാല ഷായിറു, ഷായിർ പറഞ്ഞു, വകുന്തു ഇദാ ഗമസ്തു ഖനാത ഖൗമിൻ കസർതു ഖുഊബഹാ ഔ തസ്തഖീബാ എന്നുണ്ട് അവിടെ. ഇതിൻ്റെ ഈ ഷായറിൻ്റെ പേര് സിയാദുൽ അജം. അത് സിയാദ് ഇബ്നു സുലൈമാനാണ്, അല്ല സുലൈമാൻ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. ഏതായാലും ഹിജ്റ 285 മരണപ്പെട്ടു എന്നൊക്കെ ചില ചരിത്രങ്ങളിൽ കാണാൻ പറ്റുന്നത്. ഏതായാലും നോക്കാം നമുക്ക് എന്താ പറഞ്ഞത്. വകുന്തു, ഞാനായിരിക്കും, ഇദാ ഗമസ്തു, ഗമസ എന്ന് പറഞ്ഞാൽ അൽ ജസ്സു ബിൽ യദ്, കൈകൊണ്ട് സ്പർശിക്കുക. ഖനാത്ത ഖൗമിൻ, ഒരു ഖൗമിൻ്റെ കുന്തത്തെ ഞാൻ കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ, കസർത്തു, ഞാൻ പൊട്ടിക്കും, അങ്ങനെ കസർത്തു, ഞാൻ പൊട്ടിക്കും, ഖുഊബഹ, ഖുഊബ് എന്ന് പറഞ്ഞാൽ കാബ് ജമ്മ്, അത് എന്താ കമ്പുകളെ, അതിൻ്റെ കമ്പുകളെ ഞാൻ പൊട്ടിക്കും. ഔ തസ്തഖീമ, അത് ചൊവ്വായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒരു ജനതയുടെ അമ്പിനെ ഞാൻ തൊട്ടു നോക്കിയാൽ അതിൻ്റെ കമ്പിനെ ഞാൻ പൊട്ടിക്കും, അത് ചൊവ്വായിട്ടില്ലെങ്കിൽ. അപ്പം അത് പറഞ്ഞത് ഇപ്പോൾ ഒരു ജനത നന്നാകുകയാണെങ്കിൽ അവരുടെ വളവ് തീർക്കുന്നു, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കും എന്ന ഒരു അർത്ഥത്തിൽ ആലങ്കാരികമായി പാടിയതാണ്. ഇവിടെ നമുക്ക് ഔ തസ്തഖീമാന, അവിടെ ഇല്ല എന്ന, ചൊവ്വായിട്ടില്ലെങ്കിൽ എന്ന മാന, മനസ്സിലായോ? ആ അർത്ഥത്തിനാണ് വന്നത്. അതിൻ്റെ മാന ഈ ഇറാബ് നമുക്ക് നോക്കാം. കുൻതു ഫിഅലു മാദി നാഖിസ്, ത അതിൻ്റെ ഇസ്മ്, ഇദാ സർഫ്, മുസ്തഖ്ബിലിന് വേണ്ടിയുള്ള ഷർത്തിൻ്റെ മാനയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നസ്ബിൻ്റെ മഹല്ലിലാണ്, സർഫിയാണല്ലോ, സമാനിയ സർഫ്. ഗമസ്തു ഫിഅലു മാദി, തു എന്നുള്ളത് ഫായില്, ഖനാത എന്നുള്ളത് മഫ്ഊൽ ബിഹി മൻസൂബ്, മുദാഫും കൂടിയാണ്, ഖൗമിൻ മുദാഫ് ഇലൈഹി, കസർതു ഫിഅലു മാദി, ത ഫായില്, ഖഊബ് മഫ്ഊലും ബിഹി മുദാഫാണ്, ഹാ മുദാഫ് ഇലൈഹി, ജറിൻ്റെ മഹല്ല്. പിന്നെ ഔ ഹർഫ്, അത്ഫിൻ്റെ ഹർഫാണ്, ഇല്ലാൻ്റെ മാനാക്കാണ്. തസ്തഖീമ ഫിഅൽ മുദാരി മൻസൂബ് നസ്ബ് ചെയ്ത ആമിൽ അന്നെ മുതുമറായിട്ട് വുജൂബ് എന്ന നിലയ്ക്ക് ഔവിന് ശേഷം. ഫായില് അത് മുസ്തത്ര ദമീർ ഹിയ, അലിഫ് ഇത്ലാഖിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ അങ്ങനെ വരെ എൻ്റെ ജുംല. അപ്പോൾ അന്തസ്തഖീമ മസ്തർ ദുവിലയും. അപ്പോൾ എൻ്റെ ജുംലൻ്റെ ഇറാവാണ് നോക്കാം. കുൻതു എന്നുള്ളത് എന്താ? കുൻതു ഫീലിയ ജുംല ഇബ്തിദായി ആണ്, അപ്പോൾ അതിന് മഹല്ലില്ലല്ലോ. ഗമസ്തു എന്നുള്ളത് ഫീലിയ ജുംലാണ്, അത് പിന്നെ ജറിൻ്റെ മഹല്ലാണ്, കാരണം ഇദാ അതിലേക്ക് ഇബാഫത്തല്ലേ, ജറിൻ്റെ മഹല്ല്. പിന്നെ കസബ്തു എന്നുള്ളത് അടുത്ത എന്താ ഫീലിയ ജുംലാണ്, അത് ജാസിമിൻ്റെതല്ലാത്ത ഷർത്തിൻ്റെ ജവാബാ. ഇദാ ജാസിമല്ലോ, അപ്പം അതിന് മഹല്ലില്ലല്ലേ, ഇറാബിൽ മഹല്ലില്ല, ജാസിമിനല്ല മഹല്ലുള്ളൂ, ഇനി മഹല്ലില്ല. പിന്നെ കസർത്തു ഖുഊബ, പിന്നെ ഒരു ജുംല വന്നത് ഏതാ? തസ്തഖീമ എന്നുള്ളതാ.
അത് ഫഅലിയാണ്. അന്നായതുകൊണ്ട് ഹർഫിയായ മൗസൂലിൻ്റെ സിലാണ്. അപ്പോൾ പിന്നെ ഇറാബ് ഉണ്ടാവില്ല, നമ്മൾ നേരത്തെ ബൈത്ത് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതാ ഷാരിഹ് പറയുന്നത് ഐ ഇല്ല അൻ തസ്തഖീമ എന്നുള്ള മാനാക്കാണ്, ചൊവ്വായിട്ടില്ലെങ്കിൽ. അപ്പോൾ രണ്ടാമത്തേത് പറഞ്ഞു. ഇനി മൂന്നാമത്തെ അന്യം അറിയൽ വുജൂബായ മൂന്നാമത്തെ നാലാമത്തെ തലം പറയാണ്. പിന്നെ ഏതാ വൽ മൗദിഉ സാലിസ് വറാബിഉ, മൂന്നാമത്തെ നാലാമത്തെ മൗദിഅ അതേതാ? ഫാഉ സബബിയ്യക്ക് ശേഷവും വാവുൽ മഅയ്യക്ക് ശേഷവും നോക്കാം നമുക്ക്. അതെപ്പോഴാ? ബഅദ ഫാഇ സബബിയ്യത്തി, സബബിയ്യാൻ്റെ കാരണം സബബിയ്യാൻ്റെ ഫാക്ക് ശേഷം. അല്ലത്തി എങ്ങനത്തെ സബബിയ്യാൻ്റെ ഫാണ്? കുസിദ ബിഹ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ജസാഉ, ഒരു ജസാഇനെ ഷർത്തിൻ്റെ ജസാ ആയിരിക്കും. ഔ അല്ലെങ്കിൽ ബഅദ വാവിൽ മഅയ്യ, മഅയ്യത്തിൻ്റെ വാവിന് ശേഷം. ഐ അതായത് അല്ലത്തി ബിമഅന, മഅൻ്റെ മാനാക്കുള്ള മഅയ്യത്തിൻ്റെ പറഞ്ഞാൽ മഅൻ്റെ മാനാക്കായിരിക്കും. ഇപ്പം എങ്ങനെ അയക്കണ നിബന്ധന ഉണ്ട്? ഹാല കൗനിഹിം, അവ രണ്ടും മായ നിലയിൽ. ഏത്? വാവുൽ മഅയ്യയും ഫാഉ സബബിയയും. എങ്ങനെയാണോ മസ്ബൂഖത്തൈനി, അവ രണ്ടും മുൻകടക്കപ്പെട്ടതായിരിക്കണം. അതിനെ മുൻകടക്കപ്പെട്ടിട്ടുണ്ടാവും ബിനഫീൻ മഹ്ദിൻ, തനിച്ച നഫി. ബിനഫീൻ മഹ്ദിൻ എന്ന് പറഞ്ഞാൽ തനിച്ച നഫി കൊണ്ട് മുൻകടക്കപ്പെട്ടതായിരിക്കും. ഐ എന്താ ഈ തനിച്ച നഫി എന്ന് പറഞ്ഞാൽ? ഐ ഖാലിസുൻ മിൻ മഅനൽ ഇസ്ബാത്ത്, ഇസ്ബാത്തിൻ്റെ മാനയിൽ നിന്നത് ഖാലിസ് ആയിരിക്കും. നമ്മൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഔ അല്ലെങ്കിൽ പിന്നെ എന്താവണം? തനിച്ച നഫി മുമ്പ് കിടക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഔ തലബിൻ ബിൽ ഫിഅലി, ഫിഅല് കൊണ്ടുള്ള തലബ് മുമ്പ് വരണം. തലബ് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടും? താഴെ പറയുന്നുണ്ട് നഹി, അമ്ര, തഖ്ദീദ്, തമന്നി, തറജി, ദുആ, ഇസ്തിഫാറ എന്ന് പറയും. അപ്പോൾ ഫിഅല് കൊണ്ടുള്ള തലബ് മുൻകടക്കണം. അപ്പോൾ പിന്നെ ഫിഅല് കൊണ്ടുള്ളത് പറയുമ്പോൾ ലാ ബിൽ മസ്ദരി, മസ്ദർ കൊണ്ടുള്ളത് പറ്റൂല. അബ് ഇസ്മിൽ ഫായിൽ, അല്ലെങ്കിൽ ഇസ്മു ഫായിൽ കൊണ്ടുള്ളതും പറ്റൂല. ഇസ്മു ഫായിൽ അല്ല, ഇസ്മുൽ ഫീൽ, ഇസ്മു ഫായിൽ അഫ്വൻ ഇസ്മുൽ ഫീൽ. ഇസ്മു ഫീൽ അല്ല നമ്മളെ സ്വഹ് പോലത്തെ ഇസ്മു ഫീൽ മസ്ദർ കൊണ്ട് പറ്റൂല, ഫീലിൻ്റെ തലബ് കൊണ്ടായിരിക്കണം. ഇനി ഒരു ഉദാഹരണം പറയുന്നത് ഫമിസാലു നഫി, നഫീക്കുള്ള ഉദാഹരണം ബഅദൽ ഫാഇ, ഫാഇ സബബിയക്ക് ശേഷം നോക്കാം നമുക്ക്. നഹ്വു ഖൗലിക, നിൻ്റെ ഖൗല് പോലെ മാ തഅ്തീന ഫതുഹദ്ദിസന, മാ വന്നോ? മാ തഅ്തീന, നീ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല. മാ തഅ്തീന ഇനി ഞങ്ങളുടെ അടുക്കൽ വരുന്നില്ല. ഫതുഹദ്ദിസന, അങ്ങനെ നമ്മളോട് സംസാരിക്കാൻ. അതോ വന്നാൽ സംസാരിക്കാൻ, വന്നിട്ടില്ല, അതുകൊണ്ട് സംസാരിച്ചിട്ടില്ല. അതാണ് മാ തഅ്തീന, നീ ഞങ്ങളുടെ അടുക്കൽ വന്നില്ല, വരുന്നില്ല. ഫതുഹദ്ദിസന വായിക്കണം, ഫാ സബബിയ. അങ്ങനെ ഞങ്ങളോട് സംസാരിക്കാൻ നീ വന്നിട്ട്, അപ്പം ഇനി അതിന് വന്നിട്ടില്ല, അതുകൊണ്ട് സംസാരം ഉണ്ടായില്ല. ഈ ഫാഉ സബബിയ എന്നാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ശരിക്കും അതിനെ കുറിച്ച് പറയൽ അതിൻ്റെ മാഖബിലുള്ളതാണ് സബബ്, കാരണം എന്തിന്? മാബാദ് ഹുസൂലാവാൻ. മനസ്സിലായോ? ഫാഉ സബബിക്ക് ശേഷമുള്ളത് ഹുസൂലാവാൻ, ഉണ്ടാവാൻ സബബ് കാരണം മാഖബില. അപ്പം മാ തഅ്തീന, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ നീ വരുന്നില്ല. മാ തഅ്തീന, ഞങ്ങളുടെ അടുക്കൽ നീ വരുന്നില്ല. ഫതുഹദ്ദിസന, അങ്ങനെ ഞങ്ങളോട് സംസാരിക്കാൻ. അപ്പം ഈ സബബ്, സംസാരിക്കാനുള്ള സബബ് ആ സംസാരം ഹുസൂലാവണമെങ്കിൽ സബബ് എന്താ? നിങ്ങൾ വരണം. വന്നിട്ടില്ല, അതുകൊണ്ട് സംസാരം ഉണ്ടായില്ല. അതാണ് നീ വരണം ഞങ്ങളുടെ അടുക്കൽ. മാ തഅ്തീന, നീ ഞങ്ങളുടെ അടുക്കൽ വരുന്നില്ല. ഫതുഹദ്ദിസന, അങ്ങനെ നമ്മളോട് സംസാരിക്കാൻ എന്നാണ്. അതാ പറഞ്ഞത്. ഫാഉ സബബിയ എന്ന് പറഞ്ഞാൽ മാഖബിലുള്ള സബബാണ്, മാബാദ് ഹുസൂലാവാൻ നോക്കണം. ഇനി ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ യുഖ്ദാ അലൈഹിം, അവരുടെ മേൽ മരണം വിധിക്കപ്പെടുകയില്ല. ഫയമൂതു, അവർ മരിക്കാൻ. എന്താ മരിക്കാൻ? അപ്പം എന്താണ് അവിടെ സബബ്? മരിക്കണമെങ്കിൽ വിധിക്കപ്പെടണമല്ലോ. അപ്പോൾ വിധിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് അവരവിടെ മരിക്കില്ലല്ലോ. മരിച്ചാൽ പിന്നെ അവർക്ക് മരണമില്ലല്ലോ അവിടെ. അതാണ് അല്ലാഹു പറഞ്ഞത് ഫയമൂതു, മരിക്കാൻ. വിധിച്ചാൽ മരിക്കുമെന്നർത്ഥം. അതാണ് ജസാഇന് നമ്മൾ പറയാൻ കാരണം. അതാണ് നീ വന്നാൽ, ഇപ്പോൾ മാ തഅ്തീന, നീ നമ്മുടെ അടുക്കൽ വന്നാൽ ഫതുഹദ്ദിസന, അതാണ് ജസാഇ ഖുസിദ എന്ന് പറഞ്ഞത്, ഉദ്ദേശിക്കപ്പെട്ടു. ഇനി വമിസാലുഹു, അതിൻ്റെ ഉദാഹരണം ബഅദൽ വാവി, വാവിന് ശേഷം, വാവുൽ മഅയ്യക്കുള്ള ശേഷമുള്ള ഉദാഹരണം പറയാൻ നോക്കി. ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ ഖൗലാണ്. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞാൽ നഫീക്ക് ശേഷം കേട്ടോ. മിസാലുഹു എന്ന് പറഞ്ഞാൽ നഫീക്ക് ശേഷം വാവുൽ മഅയ്യക്കുള്ള ഉദാഹരണം പറയാം. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീന, ആയത്തിൻ്റെ തുടക്കം പോയി. നിങ്ങൾക്ക് പിന്നെ തഫ്സീറുകളെയും കൊണ്ടായിരിക്കും അത് എടുത്തു നോക്കാം, പ്രശ്നമില്ല. അപ്പോൾ അവിടെ എന്താ മാന?
വയഅലം അവിടെ നമുക്ക് തെളിവ് വയഅലമ സ്വാബിരീന ഐ മഅ അയ്യഅലമ സ്വാബിരീങ്ങളെ അറിയുന്നതോട് കൂടെ മഅന്റെ മാനെ അതാണ് നമുക്ക് അവിടെ തെളിവ്. ഇത് ആലോ ഇമ്രാനിലെ 142 ആയത്താണ്. അതിൻ്റെ തുടക്കം മുതൽ എല്ലാവരും എടുത്ത് നോക്കാം, അപ്പോൾ ശരിക്കും ശരിയായിക്കോളും. അപ്പം നമുക്ക് ഇവിടെ തെളിവിൻ്റെ മനസ്സിലായാൽ മതി. വയഅലമ സ്വാബിരീന ബൈ മഅ അയ്യഅലമ സ്വാബിരീങ്ങളെ അറിയുന്നതോട് കൂടെ എന്നാ. അപ്പോൾ അതിൻ്റെ ഇറാബൊന്ന് നോക്കാം നമുക്ക്. എങ്ങനെ വലമ്മ വാവ് അവിടെ ഹാലിയ, ലമ്മ ഹർഫ് ജസ്മ്, നഫീൻ്റെയും കൽബിൻ്റെയും നഫീൻ്റെയും കൽബിൻ്റെയും ജസ്മിൻ്റെ ഒക്കെ ഹർഫാണ്. വലമ്മ യഅലമി ഫീൽ മുദാരി മജ്സൂമാണ്. നഫി വന്ന് കണ്ടോ, നഫിക്ക് ഉദാഹരണം ലമ്മ നഫിയാണല്ലോ. അതല്ല നമ്മൾ ഉദാഹരണം പറഞ്ഞ് വാവ് മറിയ നഫിക്ക് ശേഷം മുദാരി മജ്സൂമാണ്. പിന്നെ വലമ്മ യഅലമി അത് പിന്നെ ഹറക്കത്ത് കൊടുത്തതിൽ തിക്കൗസാക്കിനത് കൊണ്ടാണ്. യഅലമില്ലാഹ യഅലമില്ലാഹു അല്ലാഹു ലഫ്ദുൽ ജലാൽ ഫായിലാണ്, മർഫുവാണ്. വലമ്മ യഅലമില്ലാഹു ലദീന ലദീന ഇസ്മ മൗസൂലാണ്, നസ്ബിൻ്റെ മഹല്ലാണ്, മഫ്ഊലുൻ ബിഹിയാണ്. ജാഹദു എന്നുള്ള ഫീലു മാദിയാണ്, ദബ്ബിൻ്റെ മേൽ മബ്നിയാണ്. വാവുൽ ജമാ ചേർന്ന് വന്നത് കൊണ്ടാണ്. വാവു ഫായിലാണ്, അലിഫു തഫ്രീഖിന് വേണ്ടിയാണ്. പിന്നെന്താണ് വലമ്മ ജാഹദു മിൻകും എന്നുള്ളത് അതിൻ്റെ മുതഅല്ലിഖ് ജാഹദു. വയഅലമ അവിടെ നമ്മൾ വയഅലമ വാവ് വാവുൽ മഅയ്യയാണ്. വയഅലമ വയഅലമ എന്ന് പറഞ്ഞാൽ ഫീലു മുദാരി മൻസൂബാണ്. വാവുൽ മഅയ്യയ്ക്ക് ശേഷം വുജൂബ് എന്ന നിലക്ക് മുദ്മറായ അന്ന് കൊണ്ട് നസ്ബ് ചെയ്തു. അന്നാണ് ആമിൽ. ഫായില് വയഅലമ എന്നല്ലേ. അപ്പോൾ അവിടെ എന്താ മുസത്തറായ ദമീർ ഹുവ. അസ്വാബിരീൻ അസ്സാബിരീൻ മഫ്ഊലുൻ ബിഹി, അതായത് തർക്കീബ്. ഇനി നമ്മൾ നോക്കപ്പോൾ തനിച്ച നഫിക്ക് ശേഷം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അല്ല എന്താ സംഭവിക്കുക അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കി നിങ്ങൾ. ഫഇല്ലം യകുനി നഫിയന് നഫി ആയിട്ടില്ലെങ്കിൽ മഹ്ബൻ തനി എന്താകുക യകുനി നഫി മഹ്ബൻ തനിച്ചതായിട്ടില്ലെങ്കിൽ, തനിച്ച നഫി ആയിട്ടില്ലെങ്കിൽ വജബ റഫ്ഉ അപ്പം റഫ് വുജൂബാണ്. ഇതുപോലെ നഹ്വു മാ തസാലു തഅ്തീന ഫതുഹദ്ദിസുന പറയുക, ഫതുഹദ്ദിസുന അല്ലെങ്കിൽ ഔ മാ തഅ്തീന ഇല്ലാ ഫതുഹദ്ദിസുന. ഈ രണ്ട് സ്ഥലത്തും ഫതുഹദ്ദിസുന റിസ്സാ പറയില്ല. എന്തുകൊണ്ടാണ്? ഈ രണ്ട് സ്ഥലത്തും അത് രണ്ട് നെഗറ്റീവ് വന്നു. നഫിയുൻ നഫി ഇസ്ബാത്ത് എന്നല്ല പറയുക, നഫീനെ നഫി ചെയ്യുക ഇസ്ബാത്ത. അതെങ്ങനെ മനസ്സിലായി നമ്മൾ? മാ തസാലു തഅ്തീന തസാലു എന്ന നഫി അല്ലേ, സാല നഫിയാണല്ലോ. മാ സാല മാ ബരിഹ പഠിച്ചില്ല നിങ്ങൾ, അതിൽ സാല നഫിയാണ്. അപ്പം അതിൻ്റെ മേലെ വീണ്ടും നഫി ലാ വന്നു. അപ്പം നഫിയുൻ നഫി ഇസ്ബാത്താണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ? മാ അത് നഫി ഉണ്ടായിരുന്നു, പക്ഷെ ആ നഫീനെ പൊളിച്ച് കളഞ്ഞാൽ ഇല്ല വന്നപ്പോൾ മാ ഇല്ല വന്നാൽ പിന്നെ പോസിറ്റീവ് ആയില്ല ജുംല. അപ്പോൾ അതിൽ അവിടെ നമ്മൾ പറയൂല. അപ്പോൾ മാ തസാലു തഅ്തീനാങ്ങി നമ്മളടുക്കൽ വന്നുകൊണ്ടിരിക്കുന്നു, ഫതുഹദ്ദിസുന അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നു നമ്മളോട്. അപ്പോൾ അവിടെ തുഹദ്ദിസുനെ പറയൂ. അങ്ങനെ തന്നെ ഔ മാ തഅ്തീന ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് വന്നാൽ പിന്നെ ഇപ്പോൾ മാ അൻത ഇല്ല മുസ്ലിമുൻ, ഇനി മുസ്ലിം അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമാന്നല്ല അർത്ഥം, പോസിറ്റീവാ. അതാണ് മാ തഅ്തീന ഇല്ല ഫതുഹദ്ദിസുന. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പറ്റൂല. കാരണം അവിടെ എന്താ, ഈ രണ്ട് സ്ഥലവും പോസിറ്റീവായി പോയി. ഇനി ലി അന്ന മാനാഹു, അപ്പോൾ കാരണം എന്താ ലി, കാരണം അന്ന മാനാഹുമാ ഈ രണ്ടിൻ്റെയും മാന എന്താ ഇസ്ബാത്തു ഇസ്ബാത്താണ്. അപ്പോൾ ഇസ്ബാത്താണ്, അപ്പോൾ പറ്റൂല. ഇനി മിസാലു ത്വലബി, ത്വലബിൻ്റെ ഉദാഹരണം ബഅദൽ ഫാഇ ഫാഉ സബബിയ്യക്ക് ശേഷമുള്ളത്. നഹ്വു ഖൗലിഹി തആല അല്ലാഹുവിൻ്റെ ഖൗൽ പോലെ എന്താ അവിടെ അല്ലാഹ് വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗദബീന. അത് സൂറത്ത് ത്വാഹ 81. എന്താ വലാ തത്ഗൗ, നിങ്ങൾ ഫീഹി അതിൽ നിങ്ങൾ അതിരി കവിയരുത്. അങ്ങനെ കവിഞ്ഞാൽ ഫയഹില്ലണ്ട ഫാ ജസായിൻ്റെ ചെറുത്തിൻ്റെ അങ്ങനെ കതിരി കവിഞ്ഞാൽ ഫയഹില്ല അലൈക്കും നിങ്ങളുടെ മേലെ ഇറങ്ങും ഗദബി എൻ്റെ ഗദബ് അല്ല ഫയഹില്ല ഫാ സബബിയാണത്. മനസ്സിലായി? എൻ്റെ ഇറാബ് ഇപ്പം എങ്ങനെ പറയാ? വലാ തത്ഗൗ വാവ് അത്ഫിൻ്റെ ഹർഫാണ്. വലാ തത്ഗൗ എന്നല്ല പറഞ്ഞത്, ലാ ഹർഫ് നഹിയാണ്. നഹിക്ക് ശേഷം നമ്മൾ തൊലബല്ല പറഞ്ഞ്, ഇപ്പം നഹി വന്നല്ലോ, തൊലബ് പെട്ടാണല്ലോ നഹി, അതാണ് വലാ തത്ഗൗ. അപ്പോൾ ലാ ഹർഫ് എന്താ നഹിയും ജസ്മിൻ്റെയും നഹിൻ്റെയും ഹർഫാണ്. തത്ഗൗ ഫീല് മുദാരി മജ്സൂമാണ്, ജസ്മ് ചെയ്ത ആമിലില്ല ആണ്. വൽ വാവു അതിലുള്ള തത്ഗൗ വാവ് ഫായില് അലിഫ് ഫാരിഖ. പിന്നെ ഫീഹി എന്നുള്ളത് അതിൻ്റെ മുതഅല്ലിഖ് തത്ഗൗ. ഫയഹില്ല അവിടെ അതിൽ വേണം ഫാ സബബിയ്യ. യഹില്ല ഫീല് മുദാരി മൻസൂബാണ്. എന്താണ്? അന്ന നസ്ബ് ചെയ്ത ആമിൽ മുദ്മറൈറ്റ് വുജൂബ് എന്ന നിലക്ക്. പിന്നെ അലൈക്കും ഗദബി, അലൈക്കും മുതഅല്ലിഖ് യഹില്ല എന്നുള്ളത് ഫയഹില്ല. ഗദബി ഫായില് മർഫു അലാമത്ത് റഫ് ദമ്മ മുഖദ്ദറാണ്. യാൻ്റെ മാഖബിലുള്ള അമൽ, കാരണം മുത്തകല്ലിമിൻ്റെ യാ വന്നില്ല, അപ്പോൾ മുഖദ്ദറ. അപ്പോൾ ആ നിലക്ക് പറയാം. അപ്പോൾ ഈ ഉദാഹരണം നഹി അത് തൊലബ് പെട്ടല്ലേ.
പിന്നെ വെറുതെ നോക്കിയ മിസാലുഹു ആ തൊലബിൻ്റെ ഉദാഹരണം ബാദൽ വാവുൽ മയ്യക്ക് ശേഷം നോക്കി നഹു ഖൗലിക നിന്റെ കൗല് പോലെ ലാ തൂക്കുലി സമക്കങ്ങി മീന് തിന്നരുത് വതശ്റബല്ലബന പാല് കുടിക്കുന്നതോട് കൂടെ രണ്ടും കൂടി ഇട്ട് ഇങ്ങി കൂട്ടണ്ടാൻ പാല് കുടിക്കുന്നതോട് കൂടെ ഇങ്ങി മീനും തിന്നണ്ടാൻ മനസ്സിലായില്ലേ അത് നോക്കാം നമുക്ക് വശമില തൊലബ അപ്പോൾ വശമില തൊലബ് തലബ് ഉൾക്കൊണ്ടു ഇതിനൊക്കെ ഉൾക്കൊണ്ടപ്പോൾ തലബ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറയേ നഹീനെ ഉൾക്കൊണ്ടു വശമില തൊലബു നഹീനെ ഉൾക്കൊണ്ടു വല്ലംബറിനെ ഉൾക്കൊണ്ടു തഹദീദിനെ വത്തമന്നിയ വത്തറജിയ അതേപോലെ വലിസ്തിഫ്ഹാമ വൽ അറബ ഇതിനൊക്കെ കൊണ്ടു അതൊക്കെ എല്ലാവർക്കും അറിയുന്ന നഹി അമ്ര തഹദീദ് അയക്കുന്ന തഹദീദ് പറഞ്ഞാൽ ഹസ്സോടുകൂടി ഒരു ഇസാജോടുകൂടി എന്താ ആവശ്യപ്പെടുക ചെയ്യാൻ വേണ്ടി അതിന് ഹല്ല ലൗമ ഇതൊക്കെ ലൗല ഇതൊക്കെ ഉപയോഗിക്കലുണ്ട് അതിന് നമ്മൾ അധ്യായം വരും ഇൻഷാ അല്ലാഹ്. പിന്നെ കിട്ടുക തമന്നി പിന്നെ അറിയാലോ തമന്നിയും തറജിയും അതിൻ്റെ വ്യത്യാസമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ബാബ് പഠിക്കും. തറജി എന്ന് പറഞ്ഞാൽ എന്താ മുംകിനി ആയിലേ ഉണ്ടാവും, തമന്നി ആകുമ്പോൾ ഗൈറു മുംകിനിലും ഉണ്ടാവും, രണ്ടിലും ഉണ്ടാവും. യാ ലൈതനി കുൻതു തുറാബാ അതൊക്കെ പെടും. പിന്നെ ഇസ്തിഫാം ദുആ അറിയാ അറദ് എന്ന് പറഞ്ഞാൽ ഒരു റിഫ്കോടും ലീനോടും കൂടി ആവശ്യപ്പെടുകയാണ്. അതിനാണ് അലാമ ലവൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തൊലബപ്പെടുക. ഏതായാലും ഇതിന് ശേഷം ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ മിസാലു നഹീക്കിന് ശേഷമുള്ള ഉദാഹരണം നോക്കി നിങ്ങൾ. അതേതാ? മാ ദുക്കിറഫിൽ മത്തിനിൽ പറയപ്പെട്ടതാണ്. മത്തിൽ ഇബ്നു ഇശാ റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞല്ലോ. നഹീക്ക് ശേഷമുള്ള ഉദാഹരണം മത്തിൽ ഇബ്നു ഇശാ റഹ്മത്തുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശാരിഹ് അങ്ങനെ പറഞ്ഞത്. ലാ തത്ഗൗ ഫീഹി ഫയഹില്ല പറഞ്ഞില്ലേ വേണ്ട. ഫാ സബബിയാക്ക് വാവുൽ മായിൻ്റെ വരും. അതും കൂടെ പറഞ്ഞിട്ട് നഹിയുടെ പറഞ്ഞിട്ടില്ല. ലാ തൗക്കിലി സമക്ക നഹി രണ്ടിൻ്റെ പാടെ പറഞ്ഞു. ഇനി നമുക്ക് ഫാ സബബിൻ്റെ അല്ലാത്തിൻ്റെ നോക്കാം. നമുക്ക് ബാക്കിയുള്ള എൻ്റെ ഉദാഹരണം നോക്കാം. വമിസാലുൽ അംറി അമ്രിൻ്റെ ഉദാഹരണം ബഅദൽ ഫാ സബബിയാക്ക് ശേഷം ഏതാ? ഖൗലുഹു ഷായറിൻ്റെ കൗല യാനാ ഖസീരി ആനഖം ഫസീഹ ഇലാ സുലൈമാന ഫനസ്തരീഹ എന്ന് പറഞ്ഞവിടെ. ഈ ഷായറിൻ്റെ പേര് അബുൻ നജ്ം അൽ ഫദ്ൽ ഇബ്നു ഖുദാമ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. മരണപ്പെട്ടത് ഹിജ്റ 130 പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം. ഇതേതായാലും ഇത് പല കിതാബുകളും ഷാഹിദായിട്ട് വന്നിട്ടുണ്ട്. ഷുദൂർ ദഹബിൽ, ഔദഹുൽ മസാലിക്കിൽ, അതുപോലെ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി എടുത്തു കൊടുത്തിട്ടുണ്ട്, ഉസ്മൂനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിബവൈഹി ഇമാമൊക്കെ എല്ലാവരും എടുത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ അതിൻ്റെ അർത്ഥം? യാ മുനാദാണല്ലോ. യാ നാക്കാന്നുണ്ട് നാക്കൂന്നും രണ്ടും ഇതും കാണാം. രണ്ടും പറ്റും. രണ്ടാളെ ലുഗ വെച്ച് പറഞ്ഞാൽ മതി. നാക്കത്തു എന്നാണ് ശരിക്കും അവിടെ. മുറഹമാണ്. അതിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ് അധ്യായത്തിൽ. നമ്മൾ പിന്നെ തഖ്വീലിസാല അത്യാവശ്യം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തഖ്വീലിസാല് നാക്കത്തു എന്നാണ് താനെ കളഞ്ഞ മുനാദ മുറഹമ താളുള്ളത്. പിന്നെ അങ്ങനെ കളിയാലോ. കൽഫീൽ ഇബ്നു മാലിക് പറഞ്ഞതാ. പ്രത്യേക ഷർത്തുകളില്ലാതെ നമ്മൾ അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഏതാ നാക്കു കളഞ്ഞതിൻ്റെ മുമ്പുള്ള ഏതാണോ ഹർക്കത്തൈമ തന്നെ നിർത്തുക. ലുഗത്തു മയ്യൻ തസിർ നമ്മളവിടെ പറഞ്ഞിരുന്നു. മയ്യൻ തസിറുവിൻ്റെ ലുഗ പ്രകാരം നാക്ക എന്ന് പറയും. മല്ലായൻ തസിറു ശേഷം ഒന്നും കളഞ്ഞിട്ടില്ല എന്ന് നിയത്തെക്കുന്നതിനനുസരിച്ച് മല്ലായൻ തസിറുവിൻ്റെ ലുഗ അനുസരിച്ച് നാക്കൂന്നും പറയും. അപ്പോൾ ഏതായാലും ഒട്ടകം ഈ നാക്കത്ത് ഒട്ടകമേ എന്താ? ഈ ഒട്ടകമേ വിളിക്കുക. ഈ ഒട്ടകമേ സിരി ഇനി സഞ്ചരിക്കേ. ആനക്ക നനക്ക് എന്ന് പറഞ്ഞാൽ ബർബുമിന സൈരിസരി വേഗതയാർന്ന സഞ്ചാരത്തിൻ്റെ ഒരു ഇനത്തിൻ്റെ പേരാ. നല്ല വേഗതയാർന്ന സഞ്ചാരം ഇങ്ങനെ സഞ്ചാരിക്കുക. അപ്പം എന്താ അർത്ഥം? ഓ ഒട്ടകമേ നീ വേഗതയുള്ള നടത്തം നടക്കുക. ഫസീഹ എന്ന് പറഞ്ഞാൽ വാസിയൻ ഒരു വിശാലമായ നല്ല വേഗതയാർന്നൊരു നടത്തം ഒട്ടകമേ ഇങ്ങനെ നടക്കുന്ന. ഇലാ സുലൈമാൻ്റെ അടുത്തേക്ക്. ഇവിടെ സുലൈമാൻ എന്ന് പറഞ്ഞാൽ ആരാ? സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ മകൻ സുലൈമാൻ. അതാണ് സുലൈമാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ? ഒട്ടകമേങ്ങി വേഗതയാണ് നടത്തും സഞ്ചാരം സഞ്ചരിക്കുക. സുലൈമാൻ്റെ അടുക്കൽ ഫനസ്തരിഹ അപ്പോൾ നാം വിശ്രമിക്കും. ഫനസ്തരിഹ നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ചെന്നാൽ നീ നടന്നാൽ നാം വിശ്രമിക്കും. ഫനസ്തരിഹ നമുക്ക് വിശ്രമിക്കാം എന്നർത്ഥം. ഇവിടെ നമുക്ക് എന്താ തെളിവ്? ഫനസ്തരിഹ കണ്ടാ? അമ്രിന് ശേഷമല്ല വന്നത് അമ്ര. യാനാഖുസീരി അമ്രിന് ശേഷം വന്ന് തൊലബപ്പെട്ടല്ലേ സീരി. അതിന് ശേഷം ഫൗസബബി വന്ന് ഫനസ്തരിഹ എന്ന് വന്നു.
അതിൻ്റെ തർക്കീബാണോ നോക്കാം. യാ ഹർഫിന് ഇതാണ് നാക്ക എന്നാണോ നാക്കു എന്ന് പറയുക. നാക്കു എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബമ്മിൻ്റെ മേൽ മബിനിയാണ് വെക്കുക, നസ്ബിൻ്റെ മഹല്ലാണ്. അപ്പോൾ ലുഗത്തും അല്ലായും തസീറും അനുസരിച്ച് അതുപോലെ എന്താ ശേഷമുള്ള കളഞ്ഞൊന്നും ഒരു എന്തില്ല നീയത്തില്ല എന്നാൽ അല്ലെങ്കിൽ മബിനിയല്ല ദമ്മിൻ്റെ മേൽ മബിനിയാണ്. പക്ഷേ ഇവിടെ തർഹീമിന് വേണ്ടി മഹദൂഫായ ഹർഫിൻ്റെ മേൽ ദമ്മിൻ്റെ മേൽ മബിനിയാന്ന് വെക്കണം. അത് ഇത് മയ്യന്തസിറുടെ ലുഗ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാബിൽ നമ്മളെ വിശദീകരിക്കുക. ഏതായാലും തൊക്കനിസാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീരി എന്നുള്ള ഫീൽ അമ്ര മബിനിയാണ്, ഹദ്ഫുന്നൂന് കളഞ്ഞു. പിന്നെ ഹദ്ഫുന്നൂന് യാ ഫായില് അനക്കൻ മഫൂല് മുത്തലക്കാണ്, മൻസൂബാണ്, ഫസീഹൻ അതിൻ്റെ സിഫത്താണ്, ഇലാ സുലൈമാന സീരിയൻ്റെ മുത്തല്ലക്കാണ്. ഫനസ്തരിഹ ഫ സബബിയാണ്, നസ്തരിഹ എന്നുള്ളത് ഫീൽ മുദാരി മൻസൂബാണ്. ഫൗ സബബിയക്ക് ശേഷം വുജൂബ് എന്ന നിലക്ക് മറിയേണ്ട അന്നാണ് അതിൻ്റെ ആമില്. പിന്നെ ഫായിൽ അവിടെ മുസ്തത്തിറ ദമീർ നഹ്നു, പിന്നെ ഹാ എന്നുള്ള അലിഫ് പിന്നെ ഇത്തുലാക്കിന്. പിന്നെ എന്താ പറയുക ജുംലൻ്റെ ഇറാബ് നോക്കാം. എന്താ എന്താ പറയുക നിദാൻ്റെ ജുംല യാ നാക്കു സീരി നാക്കു. അപ്പോൾ അത് ഇബ്തിദായിയാണ്, അതിനെന്തില്ല നിദൻ്റെ ജുംല അതിന് മഹല്ലില്ല ഇറാബിൽ. സീരി ഫീലിയാണ്, ഇസ്തിനാഫിയാണ്, കാരണം മഹല്ലില്ല. പിന്നെ നസ്തരിഹ എന്നുള്ളതും ഫീലിയാണ്, കാരണം അത് നമുക്കറിയാം എന്താ പറഞ്ഞത്. അതുപോലെ തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഹർഫിയായ മൗസൂലാൻ്റെ അസിലാണ്. അപ്പോൾ പിന്നെ എന്തില്ല മൗസൂലാൻ്റെ അസിലേക്ക് എന്തില്ല മഹല്ലില്ലല്ലോ, ലാ മഹല്ലല, അങ്ങനെ വെക്കണം. പിന്നെ അടുത്തത് തഹദീദാണ്. പിന്നെ നമ്മൾ മിസാലുഹു എന്ന് പറഞ്ഞില്ല ഇവിടെ, മിസാലു നഹി. ഇനി വത്തഹദീദി മിസാലു തഹദീദി. തഹദീദിൻ്റെ ഉദാഹരണം ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ. ലൗല തഹദീദിൻ്റെ മഅനാക്കാണ് തഹദീദ്. ഫഅസ്വദ്ദഖ തഹദീദിന് ശേഷം ഫഅസ്വദ്ദഖ വന്നു അവിടെ. അപ്പോൾ തഹദീദിന് ശേഷം വന്നു. അപ്പോൾ ലൗല എന്നുള്ളത് നമുക്കറിയാം. ലൗല എന്താണ് ഹർഫ്, മറ്റേ ഇതാ സാധാരണ നമ്മൾ പറയുന്ന ലൗലാൻ്റെ ആ നിലക്കുള്ള മനസ്സിൽ ലൗല ഇവിടെ തഹദീദിൻ്റെ മഅനാണ്. പിന്നെ അതിന് പിന്നെ ഇറാബിൽ മഹല്ലില്ല. അഖർതനി ഫീലു മാദി, ത ഫായില്, നൂന് വിഖായ, യാ മഫൂലും ബിഹി, ഇലാ അജലി എന്നുള്ളത് മുതഅല്ലഖ്, അഖർതനി ഖരീബ് സിഫത്ത് അജലിൻ്റെ. ഫഅസ്വദ്ദഖ ഫ സബബിയ അസ്വദ്ദഖ ഫീൽ മുദാരി മൻസൂബാണ്, വുജൂബ് എന്ന നിലക്ക് മുദ്മറായ അന്നുകൊണ്ട്, ഫായില് ഹന മുസ്തത്തിറ ദമീർ. പിന്നെ നമ്മൾ അടുത്ത അവിടെ പറയാം വത്തമന്നി ഉദാഹരണം നോക്കിയാൽ ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗല് യാ ലൈതനി കുൻതു മഅഹും. ലൗലാ അഖർതനീൻ്റെ മാന പിന്നെ എല്ലാവരും കേൾക്കുന്നതാണല്ലേ. അവർ പറയാനല്ലോ എന്താ പറയുക, അള്ളാഹുവേ ഒരു അടുത്ത ഒരവധി വരെ എന്താണ് എനിക്ക് നീട്ടിത്തരാത്തത് എന്നവന് തഹദീദോട് കൂടി ചോദിക്കുക. എങ്കിൽ ഞാൻ ദാനം നൽകുമല്ലോ. ഫഅസ്വദ്ദഖ മാത്രമല്ല വാക്കുമിന സ്വാലിഹീൻ ബാക്കിയുണ്ടല്ലോ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ് എന്നവന് പറയും. അതാണ് അതിൻ്റെ മാന. പിന്നെ തമന്യല്ല യാ ലൈതനീ കുൻതു മഅഹും, അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഫഅഫൂസ ഫൗസൻ അദീമ, ഒരു അസീമായ വിജയം തന്നെ ഞാൻ വിജയിക്കുമായിരുന്നല്ലോ. അപ്പോൾ പറയാം അവിടെ. അപ്പോൾ ഫഅഫൂസ ലൈത തമന്നിക്ക് ശേഷം വന്നു ഫഅഫൂസ. ഇത് സൂറത്തു നിസായിലെ 73-ാമത്തെ ആയത്തിൽ വന്നതാണ്. യാ ലൈതനീ കുൻതു മഅഹും ഫഅഫൂസ ഫൗസൻ അദീമ. അതിൻ്റെ ഇറാബ് അങ്ങനെ പറയുക, യാ തംബീഹിൻ്റെ ഹർഫാക്കേണ്ടി വരും. കാരണം ഇസ്മിനോടല്ലാണ്ട് ലൈത്തനോട് ഹർഫിനോട് എടുക്കൂലല്ലോ നിദ. അത് ഇസ്മിനോടെല്ലാം എടുക്കുക. അത് ഇസ്മിൻ്റെ എന്താ അലാമത്തല്ലേ. ബിൽജരി വത്തൻവീനി വൻ നീദാവ എന്നല്ല ഇബ്നു മാലിക് പറഞ്ഞേ. അപ്പം നിദ, അപ്പം നമുക്കത് തംബീഹിൻ്റെ ഹർഫാന്ന് വെക്കേണ്ടി വരും. ഇനി അതല്ല മുനാദ മഹദൂഫാന്ന് തക്ദീർ ചെയ്തിട്ട് നിദാൻ്റെ ഹർഫ് ആക്കുക, പ്രശ്നം രണ്ടും പറ്റും. അപ്പോൾ ഈ ഹർഫ് തംബീഹ് അല്ലേ നിദാകുമ്പോൾ മുനാദ മഹദൂഫാന്ന് വെക്കേണ്ടി വരും. ലൈത്തനി എന്നുള്ള ഹർഫാണ് ഫീലിനോട് മുഷബ്ബഹായ ഹർഫാണല്ലോ. നൂന് വിഖായത്തിൻ്റെ നൂന് യാ ലൈത്തനി, യാ ഇസ്മു ലൈത്ത, കുൻതു എന്നുള്ള ഫീൽ മാദി നാഖിസ്, തു എന്നുള്ള അതിൻ്റെ ഇസ്മു മഅഹും മുതഅല്ലഖ് മഹദൂഫാണ്, അത് ഖബറാണല്ലോ കുൻതുൻ്റെ. ഫഅഫൂസ അവിടെ നമ്മൾ ഫഅഫൂസ സബബിയ, അഫൂസ ഫീൽ മുദാരി മൻസൂബാണ്, വുജൂബ് എന്ന നിലക്ക് മുദ്മറായ അന്നുകൊണ്ട്, ഫാക്ക് ശേഷം ഫായില് അന മുസ്തതറ ദമീർ അങ്ങനെ വരും. അസീമ എന്നുള്ളത് പിന്നെ ഫൗസൻ എന്നുള്ള മഫൂൽ മുത്തലക്ക്, അസീമ എന്നുള്ളത് അതിൻ്റെ സിഫത്താണ്, പിന്നെ സാഹിറാണല്ലോ. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം കിട്ടേണ്ടി ഏതാ നോക്കിയാൽ വത്തറജ്ജിക്ക് ശേഷം ഖൗലുഹു തആല. ഇതെന്താ ഫിറൗൻ്റെ ഖൗലുണ്ടല്ലോ, ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ അസ്ബാബസ് സമാവാതി ഫഅത്തലിഅ.
ഇത് അഹങ്കാരിയായ ഫിറൗന് പറയുന്നതാണല്ലോ. എന്താവും പറയുന്നത്? സൂറത്തു എവിടെ പറഞ്ഞത്? ഗാഫിറിലെ 36-37 ആയത്തിലാണ്. എന്താ പറയുന്നത്? ലാലി അബ്ലുഗൽ അസ്ബാബ ഒമറിലെ ഫിറൗന്, ഹാമാനെ എനിക്ക് ആ മാർഗങ്ങൾ എത്താവുന്ന വിധം എനിക്ക് വേണ്ടി ഒരു ഉന്നത സൗധം പണിത് തരൂ എന്ന് പറഞ്ഞല്ലോ. അതാണ് ലാലി അബ്ലുഗൽ അസ്ബാബ, ആ മാർഗങ്ങൾ എത്താവുന്ന വിധം, അഥവാ അസ്ബാബ സമാവാത്തി, ആകാശമാർഗങ്ങളിൽ. എന്നിട്ട് അങ്ങനെ ഫഅത്തലിയ ഇലാ ഇലാഹി മൂസ ഉണ്ടോ. എന്നിട്ട് ഇലാഹി മൂസ എന്ന് പറഞ്ഞാൽ മൂസാ നബിൻ്റെ ഇലാഹിലേക്ക് എത്തി നോക്കുവാൻ എന്നോന് ഇവരല്ലാണ്ട് പറഞ്ഞല്ലോ. അതാണ് അവിടെയാണ്. അപ്പോൾ ഒരു ഡൗട്ട് വരികയെ, നമ്മൾ പറഞ്ഞില്ല നേരത്തെ അല്ല എന്ന് പറഞ്ഞാൽ സാധ്യമായ മുംകിനെ വരൂ, ലേറ്റാണ് മുംകിനും ഗൈർ മുംകിനും വരിക. അപ്പോൾ ഇവിടെ അപ്പം അതിൻ്റെ മറുപടി എന്താ പറഞ്ഞാൽ, ഇവിടെ ഓൻ്റെ ഈ ഫിറൗൻ ജാഹിലിൻ്റെ മനസ്സിൽ പറഞ്ഞാൽ ഓനെ സംബന്ധിച്ചിടത്തോളം അത് വാക്കിയാണെന്നാ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ അല്ലി പിടിറ്റിയോ ഓനെ സംബന്ധിച്ച്. പക്ഷെ നടക്കൂല, ഉയരല്ലാത്തവനല്ലേ, ആ നിലക്കാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇറാബ് എങ്ങനെ നമ്മൾ നോക്കാം. എന്നാ പറയുക, ല അല്ലി ഹർഫ് അത് ഫീലിനോട് മുഷബ്ബഹാണ്, യാ ഇസ്മാണ്, ല അല്ലി അതിൻ്റെ ഇസ്മാണ്. അബ്ലു ഫീൽ മുദാരി മർഫുവാണ്, ഫായിൽ അന മുസ്തത്ര ദമീർ. പിന്നെ അസ്ബാബ മഫൂലും ബി മൻസൂബാണ്. പിന്നെ പറഞ്ഞ അസ്ബാബ അസ്സമാവാത്തി ബദലാണ്, അസ്ബാബ ബദൽ അത് മുദാഫൂടിയാണ്. അസ്സമാവാത്തി മുദാഫിലേഹി. അത്തലിയ ഫാ സബബിയ, അത്തലിയ ഫീൽ മുദാരി മൻസൂബാണ്. ഫാ സബബിക്ക് ശേഷം വുജൂബ് എന്ന നിലക്ക് മുതുമറായ അന്ന് കൊണ്ടാണ് നസ്ബ് കിട്ടിയത്. ഫായിൽ ആന ദമീർ മുസ്തത്തിറാണല്ലോ, അതാണ് അങ്ങനെ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇനി വല്ലാണ്ട് വോയിസ് നീണ്ടുകൊണ്ട് നമുക്ക് ഈ ഭാഗമായിട്ട് തീർക്കണം. അപ്പോൾ ഇനി ഈ ദുആക്ക് ശേഷമുള്ളതാണ് ഷായറിൻ്റെ കൗല്. നോക്കാം നമുക്ക്. റബ്ബി വഫിഖ്നി ഫലാ അഅദില അൻ സനനി സാഈന ഫൈ ഖൈരി സനനി. എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ കായിലാരാന്ന് മുഅയ്യനായിട്ട് തീരുമാനിച്ചപ്പെട്ടിട്ടില്ല, എന്താ അറിയപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ശുദൂർ ദഹബലി ഇബ്നു അഖീലൊക്കെ കൊടുത്ത അഷ്മൂനിയൊക്കെ ഉണ്ട്. ഏതായാലും എന്താ, റബ്ബി എൻ്റെ റബ്ബെ വഫിഖ്നി, എനിക്ക് തൗഫീക്ക് നൽകേ. എൻ്റെ ദുആക്കുള്ളതാണ് വഫിഖ്നി. അങ്ങനെങ്കിൽ എന്താ തൗഫീക്ക് നൽകിയാൽ ഫല ആദില, ഞാൻ തെറ്റിപ്പോകില്ല, അൻ സനനിസായിന, പരിശ്രമശാലികളുടെ ചര്യയെ തൊട്ട്. ഏതിൽ? ഫി ഖൈരി സനനി, നല്ല ഖൈറായ ചര്യയിൽ പരിശ്രമിക്കുന്നവരുടെ മാർഗത്തെ തൊട്ട്, ആ മാർഗത്തെ തൊട്ട് ഞാൻ തെറ്റിപ്പോവുകയില്ല. ഫല ആദില. അപ്പോൾ ദുആക്ക് ശേഷം വന്ന് കണ്ടങ്ങൾ, റബ്ബി വഫിഖ്നി ഫല ആദില, റബ്ബി വഫിഖ്നി ഫല ആദില. റബ്ബി മുനാദ മുദാഫാണ്, ഹർഫ് നിദാറ മഹദൂഫാണ്. ഈ പിന്നെ യാ മഹദൂഫ് തഖ്ഫീഫിന് വേണ്ടി മഹദൂഫാക്കി. പിന്നെ വഫിഖ്നി ഫീലാണ്, നിദാ വഫിഖ്നി, റബ്ബി വഫിഖ്നി നിദാൻ്റെ ഫീലാണ്. എന്താ സുക്കൂൻ്റെ ലബനിയാണ്. അല്ലാഹു റബ്ബേ എനിക്ക് നീ തൗഫീക്ക് കൊണ്ടാ, ആ നിലക്ക്. ഫായിൽ അൻത, യാ മഫൂലും ബിഹി, വഫിഖ്നി എനിക്ക്. ഫല എന്നുള്ള ഫാ സബബിയ ലാ ഹർഫ് നഫി, ആദില എന്നുള്ള ഫീൽ മുദാരി മൻസൂബ്. ബാക്കിയൊക്കെ പിന്നെ ഏകദേശം സാഹിറാണല്ലോ. ഫീ അവിടെ കിട്ടുക ഫീ ഖൈരി സനനി എന്ന് പറഞ്ഞാൽ ഫീ ഖൈരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുത്തലക്ക് സായിന, നല്ല ചര്യയിൽ പരിശ്രമിക്കുന്ന സായിന, മനസ്സിലാവും, ആ നിലക്കാണ്. അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ സാഹിറാണ്. പിന്നെ അപ്പോൾ നമുക്ക് തെളിവ് ഫല ആദില ദുആക്ക് ശേഷം വന്നു. ഇനി അടുത്തത് നമുക്ക് കിട്ടേണ്ട ഇസ്തിഫാമിന് ശേഷം ഷായറിൻ്റെ കൗല് നോക്കാം. ഏതാ ഷായറിൻ്റെ കൗല്? ഈ കൗല് ആരിലേക്ക് മുഅയ്യനായിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. എന്താ? ഹൽ താരിഫൂന ലുബാനാതി ഫഅർജു അൻ തുഖ്ദാ ഫയർതദ്ദ ബഅദു റൂഹി ലിൽ ജസദി. ഇവിടെ എന്താ പറഞ്ഞ? ഹൽ താരിഫൂന, നിങ്ങൾക്കറിയോ? ലുബാനാത്തി, ലുബാനത്തിൻ്റെ ജമ്മ ലുബാനാത്ത് എന്ന ഹാജത്ത്, എൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾ അറിയോ? അങ്ങനെ അറിഞ്ഞാൽ ഫഅർജുവ, ഞാൻ ആഗ്രഹിക്കുന്നത്, അർജുൻ ആഗ്രഹിക്കുന്ന തുഖ്ദാ, ആ ആവശ്യങ്ങൾ വീട്ടപ്പെടാൻ, നിറവേറ്റപ്പെടാൻ. അങ്ങനെ നിറവേറ്റപ്പെടാൻ. അതേപോലെ തന്നെ അർജു എന്നുള്ളതിൽ കാത്തുഫ്. പിന്നെന്താ? ഫയർത്തദ്ദ, യർത്തദ്ദ അവിടെ യഊദു യർജുന ബന, മടങ്ങാൻ. ബഅദുർ റൂഹി, എൻ്റെ ബഅദുർ റൂഹ്, ചില റൂഹ് ലിൽ ജസദി, ശരീരത്തിലേക്ക്. അത് കിനായത്തായിട്ട് പറഞ്ഞത്. അഥവാ എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അങ്ങനെ എൻ്റെ എൻ്റെ കണ്ണ് കുളിർമയാവാനും മനസ്സൊന്ന് ശാന്തമാവാനും എന്ന നിലയ്ക്ക് പറഞ്ഞതാണ് ഫയർത്തദ്ദ ബഅദുർ റൂഹി ലിൽ ജസദീൻ. ഇവിടെ നമുക്ക് തെളിവ് ഇപ്പം എന്താ? ഹൽ താരിഫൂൻ ഇസ്തിഫാമിന് ശേഷം ഫഅർജുവ വന്നു. അവിടെ പിന്നെ
അവിടെ അർജുവ നമ്മളെ മാത്തൂഫ് പറഞ്ഞത് മാറിപ്പോയിന്. അതായത് ഹൽ താരിഫുന, പിന്നെ ഹൽ ഇസ്തിഫാമിൻ്റെ ഹർഫാണ്. താരിഫുനൊക്കെ ഫിൽ മുദാരി അറിയാലോ, ലുബാനാത്തി അഫുലും ബിയാണ്. ഫ അർജുവ അതാണ് ഫ സബബിയ. അൻ തുഖ്ബാൻ്റെ മേലേക്കാണ് ഫയർത്തദ്ദ എന്നുള്ളത് അത്തുഫിൻ്റെ ഫയർത്തദ്ദ അത്തുഫിൻ്റെ ഹർഫാണ്. പക്ഷെ അവിടെ മാത്തൂഫ് ഞാൻ പറഞ്ഞ മാറിപ്പോയി. മാത്തൂഫ് അലൈഹി ഏതാ തുഖ്ദയാണ്, പെട്ടെന്ന് മാറി. അർജു അല്ല, ഫയർത്തദ്ദ. പിന്നെന്താ തുഖ്ദയാകാനും നിറവേറ്റപ്പെടാനും പിന്നെന്താ ഫയർത്തദ്ദ ബാദുർ റൂഹിലിൽ ജസദീന. അപ്പോൾ എർത്തദ്ദ ഫ അത്തുഫിൻ്റെ ഹർഫാണ്. എർത്തദ്ദ ഫീൽ മുദാരി, അത് മാത്തൂഫ് തുഖ്ദ തന്നെ മേലേക്കാണ്, അല്ലാണ്ട് അർജു അല്ല, അത് മാറിയതാണ്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ എന്താ വാഹിറാണല്ലോ. ലിൽ ജസദിൻ്റെ മുത്തല്ലക്ക് അവിടെ എർത്തദ്ദു എന്നുള്ളതാണ്. പിന്നെ അടുത്തുകൂടി നോക്കാം നമുക്ക്. അർദിന് ശേഷം നോക്കാം നമ്മളെ അതിന് ഉദാഹരണം യബ്നൽ കിറാമി അലാ തദ്നു ഫതുബ്സിറമ ഖദ് ഹദ്ദസൂക ഫമാ റഅഇൻക മൻ സമിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഖായില് മുഅയ്യനായിട്ട് പറയപ്പെട്ടിട്ടില്ല, അല്ലാഹു അലം. ദാ കിറാമിൻ്റെ മകനെ അലാ തദ്നു, ഒന്ന് നിനക്കൊന്ന് അടുത്തൂടെ, അങ്ങനെ ഫതുബ്സിറ, അങ്ങനെ അടുത്താൽ എനിക്ക് ഫത്തുബിസിറ കാണാലോ, ഫത്തുബിസിറ ഇനി കാണും. മാ ഒന്ന് ഖദ് ഹദ്ദസൂക, അവർ നിന്നോട് പറഞ്ഞത് എനിക്ക് കാണാം. ഫമാറായിൻ കാണുന്നവനല്ല, കമൻ സമിയ കേൾക്കുന്നവനെ പോലെ അല്ലല്ലോ എന്നാണ്. ഇതൊക്കെ നോക്കുക. കിറാം തദുനു എന്ന് പറഞ്ഞാൽ കുർബ് അടുക്കുക എന്നുള്ള മാന. റായിസ് മുഫായിലാണ് റാൻ്റെ. ഇപ്പോൾ നമുക്ക് ഇറാബൊക്കെ യബ്നൽ കിറാം, യാ ഹർഫിൻ ഇതാണ്. ഇബ്ന മുനാദ മുദാഫ് മൻസൂബാണ്. കിറാം മുദാഫ് ഇലൈഹി. അല അവിടെ കണ്ടോ, അർദിൻ്റെ ഹർഫാണ് അല. അപ്പോൾ അർദിന് ശേഷം വന്നിട്ടില്ല നിങ്ങൾ തദ്നു. തദ്നു എന്നുള്ള ഫീൽ മുദാരി മർഫുവാണ്. ഫായില അൻത. ഫതുബ്സിറ ഫ സബബിയ തുബ്സിറ ഉണ്ടാവും. അപ്പോൾ സബബിയ, അപ്പോൾ നമുക്ക് തെളിവ് വന്ന അർദിന് ശേഷം വന്നതാണ്. മാ ഒന്ന് ഖദ് ഹദ് ഇസ്മൗസൂലാണ്, നസ്ബിൻ്റെ മഫൂലും ബിഹിയാണ്. ഖദ് തഹ്ഖീഖാണ്. ഹദ്ദസുക ഫീൽ മാദി മബനി ദമ്മിൻ്റെ മേൽ മബനിയാണ്. ഫായിൽ വാവാണ്. കാഫ് നസ്ബിൻ്റെ മഫൂലും ബിഹിയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ആയുധമാണോ, ആയുധത്തിന് അവിടെ എന്താ തഖ്ദീർ ചെയ്യേണ്ടി വരും, ബിഹി മാൽക്ക്. ഹദ്ദസൂക ബിഹി, ബിഹി എന്ന് തഖ്ദീർ ചെയ്യേണ്ടി വരും, ആയുധമാണല്ലോ മാൽക്ക്. പിന്നെ ബാക്കിയുള്ളൊക്കെ അവിടെ സാഹിറാണ്. ഫ അവിടെ നോക്കിൽ താലീലിൻ്റെ അത്തുഫിൻ്റെ ഹർഫാണ്, താലീലിൻ്റെ മാന കൊടുക്കുക, അല്ലെങ്കിൽ ഇസ്തിനാഫിയാക്ക. മാ നഫിൻ്റെ ഹർഫാണ്. റാ ഇൻ മർഫു ആണ്, അത് മഹദൂഫായ യാൻ്റെ മേൽ മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ കമൻ കാഫ് തഷ്ബീഹിൻ്റെ ഹർഫ്, മന്ന മൗസൂല, അതൊക്കെ സാഹിറാണ്. അല്ലെ കാഫിനെ മിസ്ലുവിൻ്റെ മാന കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ നസ്ബിൻ്റെ ഹാലായിട്ട്, നസ്ബിൻ്റെ മഹല്ലിൽ. പിന്നെ സെമിഅ എന്നുള്ളത് ഫീൽ മാദിയാണ്. മാദി ഫത്തിൻ്റെ മബനി അലിഫി ഇത്ലാഖ്. അതോടുകൂടി അവിടെ അതും അർദിനുള്ള തെളിവായി. അപ്പോൾ 3 തെളിവായി. ഇനി നമുക്ക് നോക്കാം. ഇനി ഷാരിഹ് എന്താ പറഞ്ഞത്? വലം യുസ്മഅൻ നസ്ബ്, നസ്ബ് കേൾക്കപ്പെട്ടിട്ടില്ല ബഅദൽ വാവ്. ഇതൊക്കെ ഫാവ് സബബിയയ്ക്ക് ശേഷമല്ല പറഞ്ഞത്, വാവിന് ശേഷം നസ്ബ് കേൾക്കപ്പെട്ടിട്ടില്ല, അഥവാ വാവുൽ മഅയ്യക്ക് ശേഷം. ഫി ഹാദിഹിൽ മവാദിഅ, ഈ സ്ഥലത്ത്. മനസ്സിലാവും? ഇല്ല എവിടെ അല്ലാതെ, ഇല്ലാ ഫിൽ അംറിലും വന്നഹീലും വത്തമന്നീലും വലിസ്തിഫാമിലും അല്ലാതെ എന്തില്ല, വാവിൻ്റെ കേട്ടിട്ടില്ല. അപ്പോൾ ഏതൊക്കെ ഔട്ടയ്യലിന് അർദ് തഹദീദ്, അതേപോലെ തന്നെ തറജി പോലത്തതൊക്കെ അതിൽ പോയി. അതുപോണോ ദുആ ഒക്കെ പോയി. പക്ഷേ നഹവീങ്ങൾ വഖാസഹു അതിനെന്ത് ചെയ്തു, ഖിയാസാക്കി. നഹവിയുന നഹവീങ്ങൾ ഫിൽ ബവാക്കി, ബാക്കിയിലെ നഹവീങ്ങളതിനെ ഖിയാസാക്കിയിട്ടുണ്ട് എന്നാ. ഇൻഷാ അല്ലാഹ് അതോടുകൂടി അത് കഴിഞ്ഞതിന് ബാക്കി അത് ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത ക്ലാസ്സിൽ